ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ഇന്ത്യയിൽ പുതിയൊരു ആട് കാണിച്ചിട്ടുണ്ട്. മറ്റേ കോൾ ഓഫ് ദി ബ്ലൂ എന്ന് പറഞ്ഞ ആ ഒരു ആട് അവർ പുതിയ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതിലെന്താ പ്രത്യേകം എന്ന് ചോദിക്കുകയാണെങ്കിൽ, അവർ ഇന്ത്യയിലുള്ള വണ്ടികളുടെ കൂട്ടത്തിൽ ഇന്ത്യയിലില്ലാത്ത കുറച്ച് വണ്ടികൾ കൂടെ ഈ ഒരു ആടിൽ കാണിച്ചിട്ടുണ്ട്. പണ്ട് ഇതേപോലെ ആടിറക്കിയായിരുന്നു. അതായത് അന്ന് ഇന്ത്യയുള്ള വണ്ടികളുടെ ഇടയ്ക്ക് ഇന്ത്യയില്ലാത്ത കുറച്ച് വണ്ടികൾ കാണിച്ചു. ആ വണ്ടികളൊക്കെയെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ R3യും അതേപോലെ തന്നെ MT-03 ഒക്കെയാണ്. അത് ഉടനെ തന്നെ നമുക്ക് ഇന്ത്യയിൽ കിട്ടുകയാണ് ചെയ്തത്. അതേപോലെ തന്നെയാണ് ഈ ആഡിലും വന്നേക്കുന്നത്. ഇന്ത്യയില്ലാത്ത കുറച്ച് വണ്ടികൾ നമുക്ക് ഈ ആഡിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടികളൊക്കെ ഉടനെ തന്നെ ഇന്ത്യയിൽ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഈ വണ്ടികളെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരെണ്ണം നമ്മുടെ യമഹയുടെ MT-09 ആണ്. MT റേഞ്ചിലെ ഒരു മിഡിൽ വെയ്റ്റ് ബൈക്കാണ്. നല്ലപോലെ തന്നെ പവർഫുള്ളായ, നല്ലപോലെ തന്നെ അഗ്രസീവായ ഒരു ബൈക്കാണ് MT-09 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ യമഹയുടെ ഒരു സ്കൂട്ടറും വരുന്നുണ്ട്. NMAX 155 എന്ന് പറഞ്ഞ ഒരു സ്കൂട്ടർ വരുന്നുണ്ട്. നമ്മുടെ R15ൻ്റെ എഞ്ചിൻ വെച്ച് വരുന്ന ഒരു സ്കൂട്ടറാണ്. എയറോക്സ് പോലെ തന്നെ ഇത്രയുടെ മസ്കുലാർ ലുക്കുള്ള ഒരു പ്രത്യേക ലുക്കിൽ വരുന്ന ഒരു സ്കൂട്ടറാണ് ഈ ഒരു NMAX എന്ന് പറയുന്നത്. വേറെ രണ്ട് വണ്ടികൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇന്ത്യയിൽ കാണാൻ കാത്തിരിക്കുന്ന വണ്ടികളാണ്. അതിലൊന്നാമത്തെ വണ്ടി നമ്മുടെ ടെനർ 700 ആണ്. യമഹയുടെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയ ഒരു മിഡിൽ വെയ്റ്റ് ADV ബൈക്കാണെന്ന് പറയുന്നത്. ഇത് നല്ലപോലെ തന്നെ ഓഫ് റോഡിങ് കേപ്പബിൾ ആയ ഒരു വണ്ടി കൂടെയാണ്. അതായത് വളരെ സ്ലീക്കായ, സ്ലിമ്മായ, വളരെ അജയിലായ ഒരു ADV ബൈക്കാണിത്. അതുകൊണ്ട് തന്നെ ഏത് ടഫായ സിറ്റുവേഷനിലും നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റും. ഒരു 689cc പാരലൽ ട്വിൻ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് 73 PS 9000 RPM അതേപോലെ തന്നെ 65 ടോർക്ക് 6500 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഹാർഡ്വെയർസൊക്കെ നോക്കുകയാണെങ്കിൽ മാരകമാണ്. ഏത് ടഫായ സിറ്റുവേഷനിലും കൊണ്ടുപോകാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഹാർഡ്വെയർസൊക്കെ വരുന്നത്. ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ 43 mm USD ഫോക്കാണ്. അതിന് 210 mm ട്രാവൽ കൊടുത്തേക്കുന്നത്. റിയർ സസ്പെൻഷനും ഏകദേശം 200 mm ട്രാവൽ അവർ കൊടുത്തിട്ടുണ്ട്. സ്വിച്ചബിൾ ആയിട്ടുള്ള ABS വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്വിച്ചബിൾ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. 3 റൈഡ് മോഡുകൾ വരുന്നുണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ വരുന്നുണ്ട്. അങ്ങനെ ഓഫ് റോഡ് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയൊരു വണ്ടി പോലെയാണ് ഈ ഒരു ടെനർ 700 വന്നേക്കുന്നത്. അടുത്ത വണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന വണ്ടിയാണ്. നമ്മുടെ XSR 155 ആണ്. ഈ ഒരു വണ്ടിയും ആ ഒരു ആടിനകത്ത് കാണിച്ചതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമ്മൾ ഈ ഒരു വണ്ടി വർഷങ്ങളായിട്ട് കാത്തുനിന്നിട്ട് നമുക്ക് കിട്ടിയത് FCX എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പം ഈ ഒരു വണ്ടിയും വരാൻ സാധ്യതയെന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു ആഡിൽ ഈ ഒരു വണ്ടിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ ഒരു വണ്ടിയാണ്. ഇന്ത്യയിൽ ഈ വണ്ടി ഇല്ലെങ്കിലും എല്ലാവരും ഇന്ത്യയിൽ ഈ വണ്ടി വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ വണ്ടി വളരെയധികം ഫേമസ് ആണ്. അതായത് നമ്മുടെ R15ൻ്റെ ആ സെയിം പ്ലാറ്റ്ഫോമിൽ വരുന്നൊരു വണ്ടിയാണ്. ആ സെയിം എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ആ സെയിം ഫ്രെയിമൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ പവറിലും ട്യൂണിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് ഈ വണ്ടിയിലും വന്നേക്കുന്ന ആ ഒരു 155cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. പക്ഷേ പവർ നോക്കുകയാണെങ്കിൽ 19 PS 10000 RPM അതേപോലെ തന്നെ 14.7 Nm ടോർക്ക് 8500 RPM ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 134 കിലോഗ്രാം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 808 mm വരുന്നുണ്ട്. 37 mm USD ഫോക്കാണ് വണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ 10 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്കാണ് ഈ ഒരു വണ്ടിക്ക് വന്നേക്കുന്നത്. പിന്നെ ഇന്ത്യയിൽ വരികയാണെങ്കിൽ സ്പെക്കിലൊക്കെ ചെറിയ മാറ്റങ്ങൾ കാണും. ചിലപ്പോൾ USD ഫോക്കൊക്കെ മാറാം. അങ്ങനെ സ്പെക്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും. എങ്കിലും ഈ ഒരു വണ്ടിയും ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.